ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിനെന്തോ വലിയ സംശയം? എവിടെ നിന്ന് ആരോ കിട്ടുന്നതാണ്? UDF എന്നോ കോൺഗ്രസ് എന്നോ? അപ്പോൾ അവർക്ക് ആശങ്ക കിട്ടുന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ പച്ച മലയാളമല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം ഞങ്ങളിൽ എന്തോ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നുണ്ട്. ആ ഭിന്നിപ്പിനെ മുതലെടുക്കാൻ CPIയും ഇടതുപക്ഷ ജനാധിപത്യത്തിനും കാത്തിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ മലയാളം? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നിലനിർത്തും. ഞങ്ങളുടെ സീറ്റ് സ്വതന്ത്ര സീറ്റാണുള്ളത്. അത് ഞങ്ങൾ നിലനിർത്തുന്നത്. എന്നാൽ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഒരാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും. ഞങ്ങൾ തന്നെ. ഞാൻ 1.5 മാസം അവിടെ തന്നെ പ്രവർത്തിച്ചതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അറിയോ ആരാന്ന്? നിലമ്പൂർ മത്സരിച്ച സ്ഥാനാർത്ഥി ഹ്രസ്വമാണ് ചരിത്രബോധം. ആര്യാടൻ പിന്നെന്താ അത് പറയാതെ? അല്ല, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർ പിന്നെ ആരെയാ കാത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് UDF ആരെയെ കാത്തിരിക്കുകയാണ്? പിന്നെ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിനെന്തോ വലിയ സംശയം? എവിടെ നിന്ന് ആരോ കിട്ടുന്നതാണ്? UDF എന്നോ കോൺഗ്രസ് എന്നോ? അപ്പോൾ അവർക്ക് ആശങ്ക കിട്ടുന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ പച്ച മലയാളമല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം ഞങ്ങളിൽ എന്തോ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നുണ്ട്. ആ ഭിന്നിപ്പിനെ മുതലെടുക്കാൻ CPIയും ഇടതുപക്ഷ ജനാധിപത്യത്തിനും കാത്തിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ മലയാളം? ഞങ്ങളങ്ങനെ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾക്ക് കാൻഡിഡേറ്റിന് ഒരു ക്ഷാമമില്ല. ആയിരിക്കും അവിടെ കാൻഡിഡേറ്റ് ക്ഷാമം? CPIഎമ്മിൻ്റെ എത്ര ജനകീയ അംഗീകാരം നേടിയിട്ടുള്ള നേതാക്കന്മാർ അവിടെ തന്നെയുണ്ട്. നിലമ്പൂർ ഉൾപ്പെടെ മലപ്പുറത്ത്. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. അതിപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അനിവാര്യമായിട്ട് ജയിക്കണം എന്നുള്ള നമ്മുടെ അഭിപ്രായം. അതാണ് ജയിക്കും. നിലമ്പൂര് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നിലനിർത്തും. ഞങ്ങളുടെ സീറ്റ് സ്വതന്ത്ര സീറ്റാണുള്ളത്. അത് ഞങ്ങൾ നിലനിർത്തുന്നത്. എന്നാൽ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഒരാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും. ഞങ്ങൾ തന്നെ. ഞാൻ 1.5 മാസം അവിടെ തന്നെ പ്രവർത്തിച്ചതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അറിയോ ആരാന്ന്? നിലമ്പൂർ മത്സരിച്ച സ്ഥാനാർത്ഥി ഹ്രസ്വമാണ് ചരിത്രബോധം. ആര്യാടൻ പിന്നെന്താ അത് പറയാതെ? വേണ്ടെന്ന്. ആര്യാടൻ മത്സരിച്ചപ്പോഴും ഞങ്ങളവിടെ ജയിപ്പിച്ചതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടനെ ജയിപ്പിച്ച മണ്ഡലമായത് അത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അവർ മുൻ കോൺഗ്രസ്സല്ലല്ലോ അന്നേരം. കോൺഗ്രസ് തന്നെയല്ലേ? ആന്റണി കോൺഗ്രസ് അല്ലേ? നായനാർ പറയുന്ന പോലെ കുന്നാംകുളം എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ നല്ല രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിക്കും. വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട് എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അൻവർ പ്രത്യേകമായ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അയാളവിടെ പ്രത്യേകം നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കതിലൊന്നും ഒരു ഉത്കണ്ഠയുമില്ല.
അൻവർ ഇല്ലാതെ UDF ആണ്. അയാളിപ്പോൾ UDF അല്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ നമ്മളെ കൂട്ടിപ്പിടിക്കുന്നത്? അൻവർ ഇല്ലാതെ UDF ആണല്ലോ ഉണ്ടാകാൻ പോകുന്നത്. അയാളല്ലേ തൃണമൂൽ കോൺഗ്രസിൻ്റെ സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്ന് അദ്ദേഹമല്ലേ അവിടെ വിശദീകരിച്ച് നിലമ്പൂർ. അതല്ല അവരുടെയിലുള്ള പ്രശ്നമാണ്. അതായത് അൻവറിന് പറ്റുന്ന സ്ഥാനാർത്ഥി ആരാവണം എന്നും UDFൻ്റെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള തർക്കത്തിൽ അവർ തമ്മിലുള്ള തർക്കമാണ്. മാത്രമല്ല അവർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് വലിയ തർക്കം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ എല്ലാം നിങ്ങൾ എപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിലയിരുത്തലാവുമോ എന്ന്. എത്ര പ്രാവശ്യമായി വിലയിരുത്തുന്നു? എന്തൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ വിലയിരുത്തലാവേണ്ട എന്ത് കാര്യമാണ്? ഇനി ആ ഒറ്റക്കൊല്ലേ ഉള്ളൂ. ഇനി അതിനെ വിലയിരുത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം നിർവഹിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്വതന്ത്രനാണ് മത്സരിച്ച് ജയിച്ചിരുന്നത്. ഞങ്ങൾ പിന്തുണയുണ്ടായിരുന്നു. ആ സ്വതന്ത്രം കാലുമാറി. ആ കാലുമാറിയ സ്വതന്ത്രൻ ഉൾപ്പെടെ ചേർന്ന് UDFകാരാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പോകുന്നത്. അതിൽ അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട്, വലിയ സംഘർഷമുണ്ട്. ആ സംഘർഷം എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായും അതുപോലെ വോട്ടായിട്ടും ഒക്കെ മാറാൻ പോകുന്നത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതല്ല. വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാം. വിലയിരുത്തൽ അതേ നേരത്തെ ചോദിച്ചത് എന്ത് അല്ലെങ്കിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. 3ാം ടേമിലേക്ക് പോവല്ലേ, പിന്നെ എന്തിനാ ഇതിനെപ്പറ്റി വിലയിരുത്തി നടക്കുന്നത്? കേരളം മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞു. ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ 2ാം ടേം കഴിഞ്ഞ് 3ാം ടേമിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ യാത്ര. അതിന് അവിടെ മാത്രം നോക്കിയിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. അത് പ്രൈവറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടിക്ക് നിർദ്ദേശം വേണ്ടി അല്ല, അതൊക്കെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കേണ്ടതാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അതെ, അതൊക്കെ ശരിയാണ്. ശരി. അടുത്തോ? അത് നോക്കാം. അവിടെ ഷിഫ്റ്റിങ് നടക്കണമല്ലോ. എല്ലാം നടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കാം നമുക്ക്. ശരി. ആരെ? ഓ, ഞങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾ ഒരാൾ ഉന്നയിക്കുന്ന ആരോപണത്തിനനുസരിച്ച് ഉടനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. നോക്കാം. ഓഫീസിൽ ആരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണ് കേസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഉൾപ്പെടെയുള്ളതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതല്ലേ നമ്മൾ. ഇതിനു മുമ്പും കണ്ടതല്ലേ. അതുകൊണ്ട് അത് സംബന്ധിച്ചെല്ലാം ഉള്ള വ്യക്തത വരട്ടെ. വ്യക്തത വന്നതിന് ശേഷം കാര്യങ്ങൾ പ്രതികരിക്കുന്നതാണല്ലോ നല്ലത്. പകുതി വന്ന ഒരു കാര്യത്തിന് മേലെ കയറി വല്ല അഭിപ്രായം പറയേണ്ട പല കാര്യമുണ്ട്. നോക്കാം.